മലപ്പുറം മണ്ണാർ മലയിലിറങ്ങിയ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടും. ഏതു സമയവും പുലിയിറങ്ങുമെന്ന സ്ഥിതിയായതോടെ അതീവ ജാഗ്രതയിലാണ് നാട്ടുകാർ. വനംവകുപ്പിനെതിരെ പ്രതിഷേധവും ശക്തമാണ്. ഞങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു. ഇപ്പോൾ ഈ സർക്കാർ ഇതൊക്കെ മയക്കുവെടി വെക്കാമെന്ന ഒരു തീരുമാനം വന്നതോടുകൂടെ ഞങ്ങളൊരു ഏറ്റവും നല്ലൊരു ആശ്വാസപരമായ ഒരു തീരുമാനമാണ്. അതുമാത്രമല്ല, ഇനി ഇത് വെടിവെച്ച് ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാലുള്ള ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇതിനൊരു ആശ്വാസകരമായ തീരുമാനം വരുള്ളൂ. നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങളാണ്. ഞങ്ങൾ കഴിഞ്ഞ സമയങ്ങളിൽ DF ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അതിന് മുൻപായിട്ട് 2 പ്രാവശ്യം മന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം കൈമാറി. കലക്ടർ മുഖാന്തരം 2-3 പ്രാവശ്യം ഇരുത്തിയിട്ട് DF അടക്കം ചർച്ച ചെയ്താണ്. MLA നജീബ് കാന്തപുരം സ്ഥിരമായിട്ട് ഈ ഒരു വിഷയത്തിൽ നിരന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് റേഞ്ച് ഓഫീസറെയും മറ്റുള്ള ആളുകൾ DFOയും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഓരോ കാര്യങ്ങളും അതിന് തുടർ ഫോളോ അപ്പ് എന്നതാണ് ഇപ്പോൾ ഇന്ന് ആ ഒരു വിഷയം നിയമസഭയിൽ ഇത്തരത്തിൽ ഉന്നയിക്കാനൊക്കെ സാധിച്ചത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ വൈകിയാണെങ്കിലും കുറച്ച് കാലങ്ങളായിട്ട് മണ്ണാർമലയിൽ ആശങ്ക തന്നെയാണ്. കാരണം ഇത് പെരിന്തൽമണ്ണക്ക് അടുത്ത് ഏകദേശം 1 കിലോമീറ്റർ ദൂരമുള്ള ഇവിടുന്ന് അങ്ങോട്ട് പെരിന്തൽമണ്ണ ടൗണിലേക്ക് ഇത് നിരന്തരം വാഹനങ്ങൾ രാത്രി 11 മണി വരെ നിരന്തരം വാഹനങ്ങൾ പാസ് ചെയ്യുന്ന പ്രധാന പാതയാണിത്. ഈ പാതയിലൂടെ പുലി ഇവിടുന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് പോരുന്നത് വലിയ ആശങ്ക തന്നെയാണ്. കാരണം മണ്ണാർമലക്കാർക്ക് മാത്രമല്ല, ഇതിൽ പാസ് ചെയ്യുന്ന സ്കൂട്ടർ യാത്രക്കാർക്ക് വലിയ ആശങ്കയായിരുന്നു. കാരണം റോഡിലൂടെ പോകുമ്പോൾ പുലി മുന്നിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ വലിയ ഭീതിയാണല്ലോ. നമ്മൾ കാണുന്നില്ല, പെട്ടെന്നാണ് പുലി മുന്നിലേക്ക് ചാടുന്നത്. അത് വളരെ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മണ്ണാർമലക്കാർ നിരന്തരം നിവേദനങ്ങൾ നൽകിയിട്ടും അധികൃതർ ഇവിടെ എത്തിച്ചിട്ടും DFO ഇവിടെ എത്തിയിട്ടുണ്ട്. DFO നിലമ്പൂരല്ലേ ജനത്ലാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയതിന് സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. കൂട് വെക്കാൻ ഉത്തരവിട്ടുണ്ട്. 2 കൂട് വെച്ചു. പക്ഷെ കൂട്ടിലേക്ക് പുലി കയറുന്നില്ല. അപ്പോൾ ആ ആശങ്ക നിലനിൽക്കുമ്പോഴാണ് നമ്മൾ നിരന്തര സമരമായിട്ട് മറ്റു നടപടി സ്വീകരിക്കണമെന്നും മയക്കുവെടി വെച്ചുകൊണ്ട് ഈ ആശങ്ക അകറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തര സമരം ഇപ്പോൾ ജനപ്രതിനിധികൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ വലിയ പ്രക്ഷോഭം ഇവിടെ നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ MLA അവിടെ നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. സമ്മർദ്ദം ചെലുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സബ്മിഷൻ അവതരിപ്പിച്ചു. മന്ത്രി ഇടപെടേണ്ടി വന്നു. മന്ത്രി ഇതിന് അനുകൂലമായ നടപടി സ്വീകരിച്ചു. ഞങ്ങൾ മണ്ണാർമലക്കാരുടെ ഈ ആശങ്ക അകറ്റാൻ വേണ്ടി ഇതിന് നിയമസഭയിൽ സമ്മേളനം അവതരിപ്പിച്ച MLA നജീബ് കാന്തപുരം, അതുപോലെ നമ്മളെ വനം വകുപ്പ് മന്ത്രി, അതേപോലെ തന്നെ അതിനൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ മാധ്യമ പ്രവർത്തകർ, ഞങ്ങളെ ഈ സമരങ്ങൾ ഓരോ സമരങ്ങളും ഇതിൻ്റെ അധികാരികളുടെ കണ്ണിലേക്ക് തുളച്ചു കയറുന്ന രൂപത്തിൽ ഇതിനിടെ വീണ്ടും പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. മണ്ണാർമലയിലെ പുലിയെ പിടികൂടാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാൽ ന്യൂസ് 18 പറഞ്ഞു. ഇപ്പോൾ നമ്മൾ 2 കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്കൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞൊരു ഹൈവേ ക്രോസ് ചെയ്ത് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് മിക്കവാറും നമ്മൾ പുലിനെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2 സ്ഥലത്തും ഇപ്പം നമ്മൾ കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു കൂട് കൂടി സ്ഥാപിക്കാനുള്ളത്. മാക്സിമം നമ്മളിതിലേക്ക് കൂടിൽ കയറ്റാൻ ട്രൈ ചെയ്യണം. കൂട് കയറ്റാൻ ട്രൈ ചെയ്തിട്ട് സാധിച്ചില്ലെങ്കിൽ ഒരു അവസാന ഘട്ട ലെവൽ എന്നുള്ള രീതിയിൽ ഇതിനെ മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള നടപടികളാണ്. വിശദാംശങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് മണ്ണാർമലയിൽ നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഇന്ന് വനം വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച ദിവസമാണ്. പ്രത്യേകിച്ചും മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന ഒരു പ്രതീക്ഷ നൽകുന്ന ദിവസം കൂടി. പക്ഷേ അവിടെയാണ് മണ്ണാർമലയിലെ നാട്ടുകാർ വലിയ ആശങ്ക ഇപ്പോഴും കഴിയുന്നത്. പുലിയെ പിടികൂടാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എന്താണ് വനംവകുപ്പിന്റെ തീരുമാനം? നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടോ? ടോം, കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ മണ്ണാർമലയിലെ പ്രതിഷേധങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. നമുക്കറിയാം, ഇവിടെ വലിയ ഒരു ആശങ്കയുടെ നിഴലിലാണ് ഈ നാട്ടുകാരൊക്കെ ഉള്ളത്. കാരണം ഓരോ ദിവസവും വൈകുന്നേരം 7 മണി മുതൽ പുലി ഇതിനെ കടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടം പെരിന്തൽമണ്ണയിൽ നിന്ന് മണ്ണാർമലയ്ക്ക് ഒന്ന് പ്രധാനപ്പെട്ട റോഡാണ്. നൂറുകണക്കിന് ആളുകൾ ദിവസവും പോകുന്നത് വഴി കൂടിയാണ്. ആ ഇടങ്ങളിലൂടെയൊക്കെയാണ് പുലി രാവും പകലുമില്ലാതെ എന്ന തരത്തിൽ സഞ്ചാരം നടത്തുന്നത്. അതുകൊണ്ട് വലിയ ആശങ്കയായിരുന്നു. ഇതിനെ പിടികൂടാനാകെ ഒരു കൂട് സ്ഥാപിക്കുക മാത്രമായിരുന്നു വനംവകുപ്പ് ഇതുവരെ ചെയ്തിരുന്നത്. പക്ഷേ വലിയ പ്രതിഷേധം നടന്നു, വലിയ റോഡ് ഉപയോഗിച്ചുള്ള പ്രക്ഷോഭം നടന്നു. അതിനെ തുടർന്ന് MLA നജീബ് കാന്തപുരം ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചു. അങ്ങനെ വലിയ ഒരു പ്രതിഷേധം തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മയക്കുവെടി വെച്ച് പിടികൂടാൻ ഉള്ളൊരു അനുമതി ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ളത്. നമ്മളൊപ്പം വെട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചേരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു വലിയൊരു ആവശ്യമാണ് ഇത്. അത് നിയമസഭയിൽ നിന്ന് അവതരിപ്പിച്ച മന്ത്രി അനുമതി നൽകിയെന്നാണ് പറയുന്നത്. എത്രമാത്രം പ്രതീക്ഷ നൽകുന്നുണ്ട് ഇത്?
കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ സമാധാനപരമായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വർഷങ്ങളോളം നീണ്ടു നിന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു റിസൾട്ട് ഇന്നലെയും ഇന്നുമായി ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ഉത്തരവുകളും ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ച കൂടുകളും എത്രയോ മാസങ്ങൾ മുമ്പ് തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റ് ആളുകൾക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ അവർ അത് വേണ്ട പോലെ ആക്ട് ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് ജനങ്ങളുടെ വികാരത്തെ ഒരു പരിധിവരെ കാത്തു നിൽക്കാതെ തന്നെ അവർ ഇതിനൊക്കെ പ്രയാസങ്ങൾ സൃഷ്ടിക്കാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസുകളൊന്നും ഞങ്ങൾക്ക് വിഷയങ്ങളല്ല. ശാശ്വതമായ പരിഹാരം എന്നുള്ളത് ഇപ്പോൾ 2 കൂട് സ്ഥാപിച്ചു, ഇനിയും കൂട് സ്ഥാപിക്കാൻ പോകുന്നു. പക്ഷെ ഞങ്ങൾ പൂർണ്ണമായും സംതൃപ്തരാകുന്നുണ്ടെങ്കിൽ ആ പുലിയെ കൂട്ടിനുള്ളിൽ അകപ്പെടുത്തുക തന്നെ വേണം. അത് മാത്രമല്ല, മയക്കുപിടി വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഏത് രൂപത്തിലാണെങ്കിലും പുലി എന്ന് പറയുന്ന സംഭവം ഇനി ഇവിടെ ഇല്ലാതെ ആവുകയും അതിനു വേണ്ട എന്ത് പ്രവർത്തനം ഉണ്ടെങ്കിലും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഡിപ്പാർട്ട്മെൻറ്റിനുമുള്ള സഹായ സഹകരണം ഉണ്ടാവും എന്നുള്ള പറയുന്നത്. പക്ഷേ ഇവിടെ വരാനുള്ള വിഷയങ്ങൾ നമ്മൾ ജനകീയമായിട്ട് വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ ജനഹിതം മാനിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് കുറച്ച് ആളുകൾ അതിൻ്റെ ആ മൂല്യത്തെ സമയം വെച്ച് മാറുമെങ്കിൽ അത് അവരുടെ എന്തിൻ്റെ ഒരു പാപ്പരത്വം എന്ന് മാത്രമേ പറയാനുള്ളൂ. ആ വിഷയത്തിലേക്ക് പോകണ്ടേ? ഇപ്പോൾ ജനങ്ങളുടെ വിഷയം തന്നെയാണ്. ഈ വിഷയം ജനങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പഞ്ചായത്തിൻ്റെ ഭാഗം നിന്നുകൊണ്ട് എല്ലാ നിലക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് മന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യത്തോട് ചെറിയ വിയോജിപ്പുണ്ട്. കാരണം പുലികൾ സഞ്ചരിക്കുന്ന സ്ഥലത്ത് അടിക്കാട് വെട്ടിക്കൊടുക്കാനുള്ള അനുമതി പഞ്ചായത്ത് തന്നു എന്നാണ് നിയമസഭ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ പുലി സഞ്ചരിക്കുന്ന കിലോമീറ്ററോളം വരുന്ന സ്ഥലത്ത് പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചുകൊണ്ട് നമുക്ക് അത് ക്ലെയിം ചെയ്യാൻ കഴിയുകയില്ല. നമുക്ക് ചെയ്യാവുന്നത് ഈ ഭൂപ്രദേശങ്ങൾ ആരതൊക്കെ ഏതെല്ലാം ഉടമയുടെ അണ്ടറിലാണോ അവർക്ക് കത്ത് കൊടുത്തുകൊണ്ട് അവരോട് ഈ പുലിയുടെ വിഷയം പറഞ്ഞുകൊണ്ട് അതാത് ഉടമകൾക്ക് വേണ്ടി ആ ഉടമയോട് അത് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓർഡർ കൊടുക്കാൻ മാത്രമേ പഞ്ചായത്തിന് കഴിയുള്ളൂ. കൂട്ടത്തിൽ പഞ്ചായത്തിലെ ക്ലീനിങ് സ്റ്റാഫും അതേപോലെ ഹരിതകർമ്മസേന പ്രവർത്തകർ, കുടുംബശ്രീയിൽ നമ്മളെ തൊഴിലുറപ്പിന് പോകുന്ന ആളുകളൊക്കെ ഒരു ടീമായി വേണമെങ്കിൽ 1-2 ദിവസം വേണമെങ്കിൽ നമുക്ക് ഇതിന് ഉപയോഗപ്പെടുത്താമെന്ന് മാത്രമേ. ഇവിടെ സന്ദർശിച്ചു പോയി സ്ഥലം നോക്കി, ക്യാമറകൾ നോക്കി, കൂടുതൽ ഇടത്ത് കൂട് വെക്കണം എന്ന് പറഞ്ഞു, വലിയ ഇരയെ വെക്കണം എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ലൈവ് ക്യാമറകൾ സ്ഥാപിക്കണം ആദ്യഘട്ടത്തിൽ എന്ന് പറഞ്ഞു. മയക്കോട് വെക്കൽ എളുപ്പമല്ല DFIS പ്രദേശങ്ങളുണ്ട്. എന്ത് തോന്നുന്നു? അത് പ്രാക്ടിക്കലായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട ടീം എത്തിയിട്ടുണ്ട് ഇവിടെ. കാരണം മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള വെറ്റിനറി സർജൻ അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പരിശോധിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഏറുമാടം വെച്ചുകൊണ്ട് പുലിയെ മയക്കുമരുന്ന് വെക്കാൻ പറ്റാന്നുള്ള കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കട്ടെ. അത് അത്രയും എക്സ്പെർട്ട് നമ്മളല്ല. പക്ഷെ എന്നാൽ നമ്മൾ ഈ നാട്ടിലെ ആശങ്ക, ഈ ഭയങ്ങൾ വിട്ടുമാറുന്നുണ്ടെങ്കിൽ പുലിയെ പൂർണ്ണമായിട്ടും കൂട്ടിൽ അകപ്പെട്ടു എന്ന് പറയുമ്പോൾ മാത്രമേ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ, ജനങ്ങൾ സന്തോഷപരമാവുള്ളൂ. തീരുമാനത്തിൽ തൃപ്തിയുണ്ട്. പക്ഷെ ആ തൃപ്തി എന്ത് വേണം? തുടർ ഫോളോ അപ്പ് ആയിട്ട് കാണണം. ഈ കേവലം 2 കൂട് വെച്ച് പോവുകയോ ഇന്ന് മാത്രം ഇത് വേണ്ട ആളുകൾ വന്നു പോവുകയോ ചെയ്യാതെ തന്നെ ഇത് ആ പുലി അകപ്പെടുന്നത് വരെ ഇവർ നമ്മളെ കൂടെ നിൽക്കുകയും അതോടൊപ്പം ജനങ്ങളോട് കൂടെ നിൽക്കുന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് തരികയാണ്. അതാണ് ഈ പ്രദേശവാസികൾക്ക് അവരുടെ പ്രതിനിധിയായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. ഒരു കൂട് വെച്ചതുകൊണ്ട് മാത്രം ഈ പ്രശ്നം തീരുന്നില്ല. പുലി അകപ്പെടുന്നത് വരെ സർക്കാരിന്റെ ഭാഗത്തുള്ള നീക്കങ്ങൾ വേണം. നമുക്കറിയാം കളികാവിലെ കടുവയുടെ ദൗത്യമൊക്കെ 56 ദിവസമാണ് നീണ്ടു നിന്നത്. ഇവിടുത്തെ ടെറൈൻ വ്യത്യസ്തമാണ്. ഇവിടെ വലിയ കുന്നുകളും അതേപോലെ തന്നെ കാട് മൂടിക്കിടക്കുന്ന ഇടങ്ങളൊക്കെ ഒരുപാടുണ്ട്. DFO തന്നെ ഇവിടെ നിരീക്ഷിച്ചു പോയിട്ട് ഇവിടെ ഈ പുലിക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ളൊരു ഈ ഹാബിറ്റേറ്റ് ആണുള്ളത്. അതുപോലെ ചെറിയ ഇരകൾ, മുയൽ, കുറുക്കൻ തുടങ്ങിയ പുലിക്ക് ഭക്ഷണമാക്കാൻ കഴിയുന്ന ജീവികൾ ധാരാളം ഉള്ളത് കൊണ്ടാണ് ഈ മേഖല വിട്ടുപോകാത്തത്. അതുകൊണ്ട് തന്നെ ദൗത്യം അല്പം വെല്ലുവിളി നിറഞ്ഞതാണ്. അതിനെ കണ്ടെത്തി മയക്കുവെടി വെക്കുക എന്നുള്ളത്. എന്താണെങ്കിലും ഈ ഒരു മിഷൻ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ കാണാം വനംവകുപ്പിൻ്റെ സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ അവർ എത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പങ്കുവയ്ക്കുന്നത്. അവർ ഈ ഒരു ഇടം സന്ദർശിച്ച് കൂട് സ്ഥാപിച്ച ഇടങ്ങളിൽ അല്ലെങ്കിൽ മുൻപ് പുലിയെ കണ്ട മേഖലകൾ സന്ദർശിക്കുകയാണ് ആദ്യം ചെയ്യുക. അതിനുശേഷം ഈ പുലിയെ ലൈവായി നിരീക്ഷിച്ചതിന് ശേഷമേ ഈ മയക്കുവെടി വെക്കുന്ന കാര്യത്തിലൊരു തീരുമാനമെടുക്കുകയുള്ളൂ. കാരണം എത്ര ഡോസ് വേണം ഇതിൻ്റെ മയക്കുവെടി വെക്കാൻ എന്നുള്ളതൊക്കെ പുലിയെ കണ്ടതിന് ശേഷം മാത്രമേ ഇവർക്ക് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. എന്നാണെങ്കിലും ദൗത്യമേറെ നീണ്ടു നിൽക്കും. പക്ഷേ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ആശങ്കയ്ക്ക് ഒരു പരിധിവരെ പരിഹാരം കാണുവാൻ ഈ ഇടപെടൽ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. ടോം. യെസ്, വനംവകുപ്പ് അധികൃതർ അവിടെ എത്തിയിട്ടുണ്ട്. ഈ പുലിയെ പിടികൂടാനുള്ള നീക്കങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട്. നേരത്തെ അനുമോദ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം സൂചിപ്പിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം.
എങ്ങനെയായിരിക്കും? കാരണം വളരെ ദുഷ്കരമായിട്ടുള്ളൊരു സാഹചര്യം അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? എങ്ങനെയാണ് വനംവകുപ്പിൻ്റെ നടപടികൾ ഇനി ഉണ്ടാവുക? ടോം, അവിടേക്ക് വരണമെങ്കിൽ നമുക്ക് ആദ്യം ടെറൈൻ കൂടി ഒന്ന് കാണണം. കാരണം ഇവിടെ ഈ ഒരു മേഖല എന്ന് വെച്ചാൽ കുന്നും മലകളും നിറഞ്ഞ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ കാണാം, കുത്തനെയുള്ള ഒരു പാറക്കെട്ട് നിറഞ്ഞ പ്രദേശമാണ് ഇവിടെയുള്ളത്. ഇവിടെയാണ് നിലവിൽ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും. അതിനപ്പുറത്തുള്ള CCTVയിൽ ആണ് പുലിയുടെ ദൃശ്യങ്ങളൊക്കെ പതിഞ്ഞിരുന്നത്. ഇതിനപ്പുറത്തേക്കും സമാനമായ രീതിയിലൊരു ടെറൈനാണുള്ളത്. ഇതേ ഒരു ഭൂഘടന ഏകദേശം കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുകയാണ്. അതായത് മലകൾക്കിടയിലൂടെയാണ് പലപ്പോഴും ഇവിടെ വഴികളൊക്കെ കടന്നു പോകുന്നത്. മാത്രമല്ല ഇവിടെയൊക്കെ നോക്കൂ, ഈ ഇത്രയും കാട് പിടിച്ച് കിടക്കുന്ന ഒരു മേഖലയാണ്. ഇതിൻ്റെ ഇടയിൽ പുലിയൊക്കെ ഒളിച്ചിരുന്നാൽ പോലും ആർക്കും അതിനെ കാണാൻ കഴിയുകയില്ല. അപ്പോൾ പുലിക്ക് ഒളിച്ചിരിക്കാൻ വേണ്ടത്ര സ്ഥലം ഇവിടെ ഉണ്ട്. മാത്രമല്ല മുയലും കുറുക്കനെയും പോലെയുള്ള അതിനെ ഭക്ഷണമാക്കാൻ കഴിയുന്ന ജീവികളും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ പുലി ഈ ഒരു മേഖലയിൽ തുടരുന്നു എന്നതിൻ്റെ കാരണമായിട്ട് DFO വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്ന അതാണ്. അപ്പോൾ ഈ ഒരു ടെറൈനിൽ ഈ ഒരു മിഷൻ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. കാരണം ഇവിടെ ഈ പുലിക്ക് ഒളിച്ചിരിക്കാൻ ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് നമ്മൾ വെച്ച ഈ കൂട്ടിലേക്ക് വന്നു കയറണമെന്നില്ല. കാരണം അതിന് ഭക്ഷണം പുറമേ തന്നെ ധാരാളം കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈ ആടിനെ തിരിഞ്ഞു നോക്കാത്തതിൻ്റെ കാരണവും ഈ അതിന് ഭക്ഷണത്തിൻ്റെ ഒരു കുറവ് വന്നിട്ടില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് കടന്നു പോകുന്ന 3-4 പോയിന്റുകൾ കൃത്യം മനസ്സിലാക്കി അവിടെ ലൈവ് ക്യാമറ സ്ഥാപിച്ച് നമ്മൾ കടുവാ ദൗത്യത്തിൻ്റെയൊക്കെ സമയത്ത് കണ്ടിരുന്നത് പോലെ ലൈവായിട്ട് ഇതിൻ്റെ നീക്കങ്ങൾ ഈ ഒരു മേഖലയിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കി ആ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ നിരീക്ഷണം നടത്തി അതിൻ്റെ സഞ്ചാരപഥം ഉറപ്പുവരുത്തുകയാണ് ആദ്യം വനംവകുപ്പ് ചെയ്യുക. തുടർന്ന് അനുയോജ്യമായ സ്ഥലത്ത് കൂടുവെച്ച് അതിനെ കൂട്ടിൽ കുടുങ്ങിയില്ലെങ്കിൽ അതിനെ മയക്കുവെടി വെക്കുക എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുള്ള നീക്കം. എന്താണെങ്കിലും ഇതിൻ്റെ ജീവൻ അപകടത്തിൽ പെടാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശം, അത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരമുള്ള നിർദ്ദേശം തന്നെ പാലിച്ചുകൊണ്ട് തന്നെ വേണം ഈ മേഖലയിലെ പുലിപ്പേടിക്ക് അവസാനം വരുത്തുവാൻ, അറുതി വരുത്തുവാൻ എന്നുകൂടി പറയേണ്ടതുണ്ട്. നമുക്കിത് മലപ്പുറം മണ്ണാർ മലയിലിറങ്ങി പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് തീരുമാനം. അതിനായി കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് എത്തിയിട്ടുണ്ട്. നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. കാരണം ഏത് സമയവും പുലി ഇറങ്ങുമെന്ന സ്ഥിതിയായതോടെ അതീവ ജാഗ്രതയിലാണ് നാട്ടുകാർ. വനംവകുപ്പിനെതിരെയും പ്രതിഷേധം ശക്തമാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.